Hello learners, I Plus Training Solutions in the UGC Net Management June 2025 Question Discussion Series ലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മുടെ സീരീസിന്റെ പാർട്ട് 6 ആണ് നമ്മൾ നോക്കുന്നത്. 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ 5 സെഷൻസിലായിട്ട്. അപ്പോൾ ഇനി അടുത്ത് 101 മുതൽ 110 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്യുമ്പോൾ നോട്ട് ട്രൂ എന്നൊരു വേർഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നോക്കാം. Preference capital represents a hybrid form of financing. Preference capital carries definite legal obligation. Retained earnings represent the profit plowed back in the business. Disadvantages of equity capital are that it represents a permanent source of finance. Equity shareholders do not have right to claim over assets in the event of liquidation. അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു കാര്യം, അതിന് മുന്നേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ തരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരു തവണ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് പിന്നെ ഓപ്ഷൻസ് വായിച്ച് എഗെയിൻ ക്വസ്റ്റ്യനിലോട്ട് പോയിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് തെറ്റ് എന്നൊക്കെ നോക്കാനുള്ള അത്രയും സമയം നമുക്ക് എക്സാം ഹാളിൽ കിട്ടണമെന്നില്ല. നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നത് നമ്മുടെ കയ്യിൽ റഫ് വർക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളൊരു പേപ്പർ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഏതൊക്കെയാണ് ശരി എന്ന് തോന്നുന്നതിന് ഇപ്പം എ നമുക്ക് വായിക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് തോന്നി എ എഴുതി വെക്കാം. ദെൻ സി വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആണെന്ന് തോന്നി സി എഴുതി വെക്കാം. ഡി കറക്റ്റ് അല്ല നമുക്ക് എഴുതണ്ട, ദെൻ ഇ കറക്റ്റ് ആണെന്ന് തോന്നി എഴുതി വെക്കാം. അങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്ക് പിന്നെ വന്നിട്ട് ആൻസറിലോട്ട് ചെക്ക് ചെയ്യാം, ആ ഒരു ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ആ പോയിന്റ്സ് ഒന്നും കൂടെ പോയി വായിക്കാം. അല്ലാതെ നമ്മളിപ്പോൾ കണ്ടോ 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഇൻ ദ സെൻസ് 5 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 5 സ്റ്റേറ്റ്മെന്റ്സും അത്യാവശ്യം ലെങ്തിയുമാണ്. അപ്പോൾ അത് വായിച്ച് അർത്ഥം മനസ്സിലാക്കി പിന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയം കുറച്ചധികം പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ എ നമ്മൾ വായിക്കുന്നു, അപ്പോൾ നമുക്ക് തോന്നുവാണ് അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ തോന്നുവല്ല, നമുക്ക് ഉറപ്പാണെങ്കിൽ തോന്നുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ആദ്യമേ തന്നെ വിടാൻ പറ്റത്തില്ല. എന്നാൽ ഒന്നും കൂടെ വായിക്കുന്നതിന് തെറ്റില്ല. നമുക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എ വായിക്കുന്നു, അത് ആൻസറിൽ വരും, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എ വരാത്ത ഓപ്ഷൻ എ തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എ തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എ വരുന്ന ഓപ്ഷൻസ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അതിന്റെ പിന്നെയും നമ്മൾ അതൊന്നും കൂടെ റീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സമയം അത്യാവശ്യം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം ആൻസർ. പ്രിഫറൻസ് ക്യാപിറ്റൽ റെപ്രസെന്റ് എ ഹൈബ്രിഡ് ഫോം ഓഫ് ഫൈനാൻസിങ് ആണല്ലേ. പ്രിഫറൻസ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 തരത്തിലുണ്ട്, റെഡീമബിളും ഇറഡീമബിളും ഒക്കെ ആയിട്ട് 2 തരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഹൈബ്രിഡ് ഫോം ഓഫ് ഫൈനാൻസിങ് ആണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഡെറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ അതിന് ഈ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് അവർക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉള്ളപ്പോൾ മാത്രം കൊടുക്കുക അല്ല ചെയ്യുന്നത്. അപ്പോൾ അതൊരു ലൈക്ക് ഡെറ്റിന്റെ പോലത്തെ ഒരു കാര്യമാണ് അവിടെ വരുന്നത്. ദെൻ അപ്പോൾ എ നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റ് ആണ്, എ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഓപ്ഷൻ 2 അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ്, കാരണം 1ലും 3ലും എ വരുന്നില്ല. ദെൻ പ്രിഫറൻസ് ക്യാപിറ്റൽ ക്യാരീസ് എ ഡെഫിനറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ അല്ലല്ലേ. പ്രിഫറൻസ് ക്യാപിറ്റലിന് അങ്ങനെ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഒന്നും വരുന്നില്ല. അപ്പൊ ബി തെറ്റാണ്, ബി നമ്മുടെ ആൻസറിൽ വരുന്നില്ല. ഓക്കെ, ഇവിടെ 2ഉം 4ഉം പറയുന്നത് എ ആൻഡ് സി ഓൺലി എന്നാണ്. യെസ്, സി പറയുന്ന റീറ്റെയിൻഡ് ഏർണിംഗ്സ് റെപ്രസെന്റ്സ് ദ പ്രോഫിറ്റ് പ്ലവ്ഡ് ബാക്ക് ഇൻ ദ ബിസിനസ്. കറക്റ്റ് ആണ്. റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ മറ്റൊരു പേരാണ് പ്ലൈങ് ബാക്ക് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമുക്ക് കിട്ടുന്ന ഏർണിംഗ്സ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോ ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാതെ നമ്മുടെ ബിസിനസ്സിൽ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നതാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. അതിന്റെ മറ്റൊരു പേരാണ് ഇത്. അപ്പം എയും സിയും ആണ് വരുന്നത്. മറ്റു 2 ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആർ ദാറ്റ് ഇറ്റ് റെപ്രസെന്റ്സ് എ പെർമനന്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണോ? അല്ല, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കൊരു പെർമനന്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ് ആണ്. നമ്മൾ പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നില്ല. നമുക്ക് അതുകൊണ്ട് വലിയ ഒബ്ലിഗേഷനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. നമ്മുടെ കമ്പനി എപ്പോഴാണോ ലിക്വിഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മളത് ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം നമുക്ക് ഇവർക്ക് ആ ഫണ്ട് തിരിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇത് മോർ ഓർ ലെസ് ലൈക്ക് എ പെർമനന്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ് ആണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല, ഫേമിനെ സംബന്ധിച്ച് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഡി നമ്മുടെ ആൻസറിൽ വരത്തില്ല. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് റൈറ്റ് ടു ക്ലെയിം ഓവർ അസറ്റ്സ് ഇൻ ദ ഇവന്റ് ഓഫ് ലിക്വിഡേഷൻ. അങ്ങനെയാണോ? അല്ല. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ പേർക്കും ഇൻ ദ സെൻസ് എല്ലാ ഡെറ്റ് എല്ലാ ലൈബിലിറ്റിയും പേ ചെയ്ത് കഴിഞ്ഞാൽ
ബാക്കി വരുന്ന അസറ്റിന്റെ എല്ലാം റിയൽ ഓണർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർക്ക് ആ പറയുന്ന അസറ്റിൽ എന്ത് തരത്തിലുള്ള അസറ്റ് ആണെന്നുണ്ടെങ്കിലും അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഡു നോട്ട് എന്നൊരു വേർഡ് വരുന്നതുകൊണ്ട് അതും തെറ്റാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, എ ആൻഡ് സി. ഇനി ഓപ്ഷൻ 2 ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആണ്. NDA ചില സമയത്ത് ഇങ്ങനത്തെ തമാശയൊക്കെ ചെയ്യാറുണ്ട്, ദാറ്റ്സ് ഫൈൻ. അപ്പൊ ഇത് വരുന്ന സമയത്ത് നമുക്ക് എന്താ ആൻസർ കീ വരുന്ന സമയത്ത് 2ഉം 4ഉം ഏത് എഴുതിയാലും കറക്റ്റ് ആണ്, നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു എക്ലക്റ്റിക് തിയറി ഓഫ് foreign direct investment will occur on which of the following conditions when they are to be uniquely combined. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയാണ്. അതിലെ എക്ലക്റ്റിക് തിയറി പറയുന്നതിനനുസരിച്ചിട്ട് താഴെ പറയുന്ന കണ്ടീഷൻസിൽ ഏതൊക്കെ ഒരേപോലെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കൂർ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ്? ഓണർഷിപ്പ്, ലൊക്കേഷൻ, മാർക്കറ്റ് പവർ, ഇന്റേണലൈസേഷൻ ആൻഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്, ലൊക്കേഷൻ ആൻഡ് ഇന്റേണലൈസേഷൻ ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിലെ ഓരോ ഫാക്ടർ എന്നും എന്താണ് ഈ തിയറി എന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു തിയറി പറയുന്നതെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു യൂണിക്ലി കമ്പൈൻഡ് ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ഒന്നിച്ച് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട്, ഏതൊക്കെ ഒരുമിച്ച് വന്നാലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വന്നാലാണ്. ക്വസ്റ്റ്യന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടീഷൻസ് വെൻ ദേ ആർ ടു ബി യൂണിക്ലി കമ്പൈൻഡ്. അപ്പൊ മൂന്നും ഒരുമിച്ച് വരുന്ന ഓപ്ഷൻസ് മാത്രമേ നമുക്ക് സെലക്ട്, 3 എന്നിവിടെ പറയുന്നില്ല അല്ലേ, ഈ തിയറിയിൽ 3 കണ്ടീഷൻ ആണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 3 എന്നെടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ 3, 4, 2 എത്ര ആയിക്കോട്ടെ, അത് 2 ആണെന്നുണ്ടെങ്കിൽ 2 ഫാക്ടേഴ്സും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആൻസർ കറക്റ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അങ്ങനത്തെ കീ വേർഡ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി എന്താണ് നമുക്ക് ഈ ഒരു തിയറി എന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. For this particular question, option 4 is the correct answer. A, B and D. Ownership, location and internalization. നോക്കാവേ എന്തൊക്കെയാണെന്ന്. The eclectic theory of foreign direct investment or OLI paradigm states that FDI will occur when 3 advantages are uniquely combined. അപ്പം ഈ ഒരു തിയറി പറയുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു OLI പാരഡിഗം പറയുന്നതിനനുസരിച്ചിട്ട് ജോൺ ഡെന്നിങ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതും ആ ഒരു പേരും ഓർത്ത് വെച്ചോണേ. പറയുന്ന അനുസരിച്ചിട്ട് FDI എപ്പോഴാണ് വരുന്നത്? താഴെ പറയുന്ന 3 അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ 3 കണ്ടീഷൻസോ 3 ഫാക്ടേഴ്സോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ 3 അഡ്വാൻറ്റേജസ് എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇതെല്ലാം ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ ആണ് FDI വരുന്നത്. ഏതൊക്കെയാണ് ആ 3 അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഓണർഷിപ്പ് അഡ്വാൻറ്റേജ്, ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ആൻഡ് ഇന്റേണലൈസേഷൻ അഡ്വാൻറ്റേജ്. എന്താണ് ഓണർഷിപ്പ് അഡ്വാൻറ്റേജ്? ഫേം സ്പെസിഫിക് അഡ്വാൻറ്റേജസ് ലൈക്ക് ബ്രാൻഡ്, ടെക്നോളജി, പേറ്റൻസ് എക്സെട്ര. ഒരു ഫേമിന് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ, അതിന്റെ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് അത്? ലൈക്ക് ബ്രാൻഡ് ആകാം, ഒരു ടെക്നോളജി സ്വന്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, പേറ്റന്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ ഡെവലപ്പ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ദ ഓർഗനൈസേഷൻ വിൽ ഗെറ്റ് ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് ഫ്രം ദാറ്റ് ഫാക്ടേഴ്സ്. Then location advantage ഉണ്ട്, favorable country specific factors like resources, market size, labor. നമ്മുടെ ഫേം ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജ്, മേ ബി അബൻഡന്റ് ആയിട്ടുള്ള കുറച്ച് റിസോഴ്സസ് ഉണ്ട്. ഇപ്പം ഈ സ്വർണത്തിന്റെ ഒക്കെ ഇതില്ലേ, എന്താണ് മൈൻസ് ഒക്കെ, അല്ലെങ്കിൽ പെട്രോളിയം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആ ഫേം വരുന്നത് കൊണ്ട് മാത്രം കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് കുറെ ലേബേഴ്സ് ഉണ്ട്, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്ന, നമ്മളോട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ലേബേഴ്സ് ഉണ്ട്, അതും ആ ലൊക്കേഷനിൽ ഉള്ളത് കൊണ്ട് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ അത് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ആണ്. Then internalization advantage means benefit of exploiting ownership advantages internally rather than licensing or franchising. നമ്മുടെ ഫേമിനെ എന്താണ് ഒരു ലൈസൻസിങ്ങിലൂടെ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിങ്ങിലൂടെ പ്രവർത്തിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇന്റേണലി ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഇന്റേണലൈസേഷൻ അഡ്വാൻറ്റേജ്. അത് ശരിയല്ലേ, നമുക്ക് ഇപ്പം ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ്ങിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കൺട്രോളും അതോറിറ്റി കാര്യങ്ങളെല്ലാം കുറച്ച് ഡൈലൂട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് പോവാണ്. അതേസമയം ഇന്റേണലി ആണ് നമ്മുടെ പവർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു OLI പാരഡിഗത്തിനകത്ത് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay.
ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 ഒരു ടേമും ലിസ്റ്റ് 2 അതിന്റെ ഡിസ്ക്രിപ്ഷനും പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ലിസ്റ്റ് 1 പറയുന്നത്? ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫെയർനെസ്. ലിസ്റ്റ് 2 ആണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, clear and accurate disclosure of material facts, answerability for decisions and actions, ethical conduct and compliance with law. അപ്പൊ ഇതിൽ എല്ലാം എളുപ്പമാണ്. എന്നാലും എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എ, ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ എന്താണ്? ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ്. നമ്മുടെ ഫേമിനെ പറ്റിയിട്ട് നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും, മേ ബി ഫൈനാൻസിനെ പറ്റിയിട്ടോ എന്തോ ആയിക്കോട്ടെ, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്, സ്കോർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല. അല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം അല്ലേ? അപ്പോൾ ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് ആണ്. സോ A2 ആണ്. A2 ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ 2ഉം 4ഉം എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ഓപ്ഷൻ 1ഉം 3ഉം ആണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കണ്ടുപിടിച്ചാൽ സിംപ്ലി നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ദെൻ അക്കൗണ്ടബിലിറ്റി എന്താണ് പറയുന്നത്? അക്കൗണ്ടബിലിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് അല്ല, ആൻസറബിലിറ്റി ഫോർ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. യെസ്, അത് തന്നെയല്ലേ അക്കൗണ്ടബിലിറ്റി. നമ്മൾ ഒരാളോട് അക്കൗണ്ടബിൾ ആണ് എന്ന് പറഞ്ഞാൽ, അക്കൗണ്ടബിൾ എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ ആൻസറബിലിറ്റി എന്നൊരു കാര്യമാണ് നമ്മുടെ മൈൻഡിൽ വരാനുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമ്മൾ അതിന് ആൻസറബിൾ ആണ്. നമുക്ക് ആരാണോ ആ ഒരു ഡ്യൂട്ടി തന്നത് അതിന് നമ്മൾ അവരോട് തിരിച്ച് ആൻസറബിൾ ആണ്. നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടേമിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതേസമയം അക്കൗണ്ടബിലിറ്റി ആ ഒരു ടേം നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ആൻസറബിലിറ്റി ഫോർ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻ. സോ B3 ആണ്. B3 ആകുമ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ദെൻ അടുത്ത ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. ഇനി റെസ്പോൺസിബിലിറ്റി എന്നൊരു ടേം മീൻ ചെയ്യുന്നത് എന്താണ്? ഇനി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്തിക്കൽ കണ്ടക്ട് ആൻഡ് കംപ്ലൈൻസ് വിത്ത് ലോ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അംഗീകരിച്ചിട്ടുള്ള എത്തിക്കൽ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ അല്ലേ? എന്ത് വന്നാലും നമ്മുടെ ഫേം അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. സോ C4 ആണ്. ദെൻ ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫെയർനെസ് എന്നൊരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 ആണ്. എല്ലാ ഓപ്ഷൻസും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിലെ ഈ ഓരോ ടേംസും ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ്ങിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് മേ ബി ഒരു ഡൗട്ട് വരാൻ സാധ്യത ഉള്ളതെന്ന് തോന്നിയത് അക്കൗണ്ടബിലിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ആണോ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നാം. ദെൻ റെസ്പോൺസിബിലിറ്റി, ആൻസറബിലിറ്റി ഫോർ ഡിസിഷൻ, അത് തമ്മിൽ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും തമ്മിൽ മാറിപ്പോകാനുള്ള ഒരു സാധ്യതയാണ് വരുന്നത്. അത് മാറിപ്പോകരുത്. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആൻസറബിൾ ആണ്. നമ്മളോട് എന്താ ജോലി ആരാണോ ഏൽപ്പിച്ചത് അവരോട് നമ്മൾ ആൻസറബിൾ ആണ്. റെസ്പോൺസിബിൾ ആണെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഡിഫറൻസ് വരുന്നത്. സോ 1 ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെ ആൻസറിലോട്ട് എത്തി എന്നുള്ളതും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following behavior corresponds to the statements discretionary behavior that contributes to the psychological and social environment of the workplace? ഒരു വർക്ക് പ്ലേസിന്റെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിസ്ക്രിഷണറി ബിഹേവിയർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. താഴെ പറഞ്ഞിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ട്, അതിലേതാണ്? ഇതിലെ ഒരു കീ വേർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്ക്രിഷണറി ബിഹേവിയർ എന്നൊരു ടേം ആണ്. പിന്നെ ഒരു സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ഓഫ് ദ വർക്ക് പ്ലേസ് എന്നുള്ളത് നമുക്ക് വായിച്ചു പോവാം. നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഗ്രൂപ്പ് ബിഹേവിയർ, ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു കീവേഡ്സ് ഡിസ്ക്രിഷണറി ബിഹേവിയർ ആണെന്നും ആ ഒരു ഓർഗനൈസേഷന്റെ വർക്ക് പ്ലേസിന്റെ അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്നതാണ് എന്നുള്ളത്. അപ്പം നമുക്ക് ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ഡൈനാമിക്സും ഒക്കെ ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാന്ന് തോന്നുന്നു. കാരണം ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഓരോ ആളിന്റെയാണ് അല്ലേ? അത് ഒരു വർക്ക് പ്ലേസിന്റെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. ദെൻ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് ആകെ ഡൗട്ട് വരേണ്ട സാധ്യത ഒരു ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ ആണ്. ഡൗട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല. എങ്ങാനും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ ആണ്. ഈ ഒരു ടേം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ വോളണ്ടിയർലി നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഓർഗനൈസേഷൻ അസൈൻ ചെയ്ത് തരുന്നുണ്ട്.
അതിന് മുകളിലായിട്ട് ഞാൻ വോളണ്ടറിലി എടുക്കുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓർഗനൈസേഷൻ അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഓർഗനൈസേഷൻ തന്നിട്ടുള്ള പ്രൈം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിപ്പിക്കുക, സിലബസ് കവർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതാണ് എനിക്ക് ഓർഗനൈസേഷൻ തന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി. അപ്പം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും കുട്ടികളുടെ അപ്ലിപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് സ്കില്ലിന്റെ ഒരു സീരീസ് ആരംഭിക്കുവാണ്. എല്ലാ ആഴ്ചയും 2 ദിവസം 2 മണിക്കൂർ വീതമുള്ള ഒരു സീരീസ് ആരംഭിക്കുവാണ്. അതാണ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ നല്ലതിന് വേണ്ടിയിട്ടും നമുക്കും അത് നല്ലതാണല്ലേ, നമ്മുടെ കരിയർ ഗ്രോത്തിനും ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ഓർഗനൈസേഷൻ അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസിനെക്കാളും കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് OCB എന്ന് പറയുന്നത്. ഓക്കെ, സോ 3 is the correct answer. Then, because OCB is about voluntary extra role behaviors like helping colleagues, being cooperative, showing initiatives that are not formally rewarded but enhance the overall workplace environment. നേരത്തെ അതും വിട്ടുപോയി. ഇത് റിവാർഡബിൾ അല്ല. നമ്മൾ ചെയ്യുന്ന ആ ഒരു അഡീഷണൽ കാര്യങ്ങൾക്ക് ഓർഗനൈസേഷൻ റിവാർഡ് ഒന്നും തരത്തില്ല. പക്ഷെ അവർ വർക്ക് പ്ലേസ് എൻവയോൺമെന്റിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് അതൊരു ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് OCB എന്നുള്ളതും മനസ്സിലാക്കി വെച്ചിരിക്കുക. Next one. Here is the next question. When NPV and IRR gives different rankings, which of the following problem is the cause of disparity that arises when the initial investment in mutually exclusive project is different? അപ്പോൾ നമ്മുടെ NPV IRR ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രൊജക്ട്സിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള പ്രൊജക്ട്സിന് ഡിഫറെന്റ് റാങ്കിങ്സ് ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ട്, അതിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ട്, അതിന്റെ ഇനിഷ്യൽ റിക്വയർമെന്റ് ഓഫ് ക്യാപിറ്റലോ ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ ഡിഫറെന്റ് ആണ് എന്നുണ്ടെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഡിസ്പാരിറ്റിയുടെ പ്രോബ്ലം അല്ലെങ്കിൽ ഡിസ്പാരിറ്റിക്ക് കാരണമായിട്ടുള്ള ഒരു പ്രോബ്ലം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ടൈം ഡിസ്പാരിറ്റി പ്രോബ്ലം, സൈസ് ഡിസ്പാരിറ്റി പ്രോബ്ലം, അൺഈക്വൽ എക്സ്പെക്ടഡ് ലൈഫ്, കൺവെൻഷണൽ ഇക്വാലന്റ് പ്രോബ്ലം. അപ്പൊ നമുക്ക് ഇതിലെ ആ ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഓഫ് ഡിസ്പാരിറ്റി ദാറ്റ് അറൈസസ് വെൻ ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. ആ പറയുന്ന പ്രോബ്ലത്തിന്റെ റീസൺ എന്താണ്? അത് ഉണ്ടാകുന്നത് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിഫറെന്റ് ആകുന്ന സമയത്താണ്. അപ്പൊ ടൈം ഡിസ്പാരിറ്റിയും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ റിലേഷൻ ഇല്ല. സൈസ് ഡിസ്പാരിറ്റി ആണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സൈസിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്, അൺഈക്വൽ എക്സ്പെക്ടഡ് ലൈഫ്സിനെ പറ്റിയിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. കൺവെൻഷണൽ ഇക്വാലന്റ് പ്രോബ്ലം ഒന്നും അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലായല്ലോ. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ്, അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റീനെ പറ്റിയിട്ടോ വാല്യൂവിനെ പറ്റിയിട്ടോ ഒക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സംസാരിക്കുന്നത്. സോ ഓപ്ഷൻ 2 സൈസ് ഡിസ്പാരിറ്റി പ്രോബ്ലം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വൺ. ഇനി എന്താണ് ഓരോ പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം ജസ്റ്റ്. When NPV and IRR give different rankings of mutually exclusive projects, it usually happens due to one of the reasons. Before that, എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ്? നമ്മളുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, പ്രൊജക്ട് എയും പ്രൊജക്ട് ബിയും ഉണ്ട്. ഇതിൽ പ്രൊജക്ട് എ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് ബി നമുക്ക് കളയേണ്ടി വരും അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ. ഒന്ന് നമ്മൾ ചൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ ഓപ്ഷൻ പോവും. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈം ഡിസ്പാരിറ്റി പ്രോബ്ലം മീൻസ് വെൻ പ്രൊജക്ട്സ് ഹാവ് ഡിഫറെന്റ് ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോവിന്റെ ടൈം ഡിഫറെന്റ് ആയിരിക്കുന്ന സമയത്താണ് ആ ഒരു ടൈം ഡിസ്പാരിറ്റി പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. സൈസ് ഡിസ്പാരിറ്റി പ്രോബ്ലം വെൻ പ്രൊജക്ട്സ് റിക്വയർ ഡിഫറെന്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അൺഈക്വൽ എക്സ്പെക്ടഡ് ലൈഫ് വെൻ പ്രൊജക്ട് ഡ്യൂറേഷൻ ഡിഫറൻസ്. കൺവെൻഷണൽ ഇക്വാലന്റ് പ്രോബ്ലം നോട്ട് എ സ്റ്റാൻഡേർഡ് കോസ് ഇൻ ദിസ് കോണ്ടക്ട്. അതിനെപ്പറ്റി നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല, അതിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമേ അല്ല. അപ്പം എയും ബിയും സിയും ആണ് നമ്മുടെ ആ ഒരു ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിനകത്ത് റിലേറ്റ് ചെയ്ത് വരുന്നത്. അതിൽ കറക്റ്റ് ആൻസർ സൈസ് ഡിസ്പാരിറ്റി പ്രോബ്ലം ആണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം ഉണ്ട്. ഒരു ടേം ഡിസ്ക്രിപ്ഷനും പറഞ്ഞിട്ടുണ്ട്. ടേംസ് എന്തൊക്കെയാണ്? OLAP, ഹഡൂപ്പ്, ഡേറ്റ മാപ്പ്, ഡേറ്റ മൈനിങ്. ഇത്രയാണ് നമ്മുടെ ടേംസ് പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് 1 പറഞ്ഞിട്ടുള്ള ടേംസ്. ലിസ്റ്റ് 2 ഡിസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണ്? ബ്രേക്സ് എ ബിഗ് ഡേറ്റ പ്രോബ്ലം ഡൗൺ ഇൻ ടു സബ് പ്രോബ്ലം, distribute them among up to thousands of inexpensive computer processing nodes, and that combines results into a smaller data set.
finds hidden pattern in large databases and inferring rules from them to predict future behavior. A summarized or highly focused portion of organization's database is placed for a separate database for a specific population of users, then supports multi-dimensional data and enables users to view the same data in different ways using multiple dimensions. ഇത്രയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. For this particular question, the correct answer is option 3 ആണ്. OLAP means supports multi-dimensional data and enables users to view the same data in different ways using multiple dimensions. Then Hadoop means Hadoop breaks a big data problem down into sub-problems, distribute them among up to thousands of inexpensive computer processing nodes, and that combines results into smaller data sets. ഡേറ്റ മാർട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ എന്താണ് ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരാം. നമുക്ക് കണ്ടല്ലോ, ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇത് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെനിഫിഷ്യൽ അതങ്ങനെ നോക്കുന്നതാണ്. എന്താണ് OLAP സ്റ്റാൻഡ്സ് ഫോർ ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് എന്നുള്ളതാണ്. ഇത് സപ്പോർട്ട്സ് മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ. എങ്ങനെയാണെന്ന് നോക്കാം. It allows managers and analysts to analyze data in multiple dimensions like product, region, time അതേപോലുള്ള കാര്യങ്ങളിലായിട്ട് അനലിറ്റിക്കൽ പ്രോസസ്സിങ്ങിനായിട്ടാണ്. അപ്പം നമുക്ക് കിട്ടിയ ഡേറ്റയെ മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി, റീജിയൻ, ഏത് ടൈമിലാണ് അത് നടന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഡെമോഗ്രാഫിക് അനാലിസിസ് നടത്തിയിട്ടില്ലേ പല രീതിയിലെ, ഏജ്, ഇൻകം, ദെൻ പിന്നെന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ആക്ച്വലി മൾട്ടി ഡയമെൻഷണൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഒരേ സെയിം സെറ്റ് ഓഫ് ഡേറ്റയെ മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ അനലൈസ് ചെയ്യുവാണ്. അപ്പൊ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനലിറ്റിക്കൽ പ്രോസസ്സിംഗ് തിങ് ആണ് ഈ ഒരു OLAP എന്ന് പറയുന്നത്. ഫുൾ ഫോം ഉൾപ്പെടെ ഇമ്പോർട്ടന്റ് ആണ്. ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്. ഇത് വേറൊരു രീതിയിൽ മുന്നത്തെ ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. A retail company can analyze sales by product, by city, by year or a combination. അല്ലല്ലോ, ഒരു റീറ്റെയിൽ ഫേം അവരുടെ സെയിൽസ് അനലൈസ് ചെയ്യുവാണ്. നമുക്കത് എങ്ങനെയൊക്കെ സെയിൽസ് അല്ല അനലൈസ് ചെയ്യാം. അവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നതെന്ന് അനലൈസ് ചെയ്യാം. ഏത് സ്ഥലത്താണ് ഇത് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നതെന്ന് അനലൈസ് ചെയ്യാം. ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നതെന്ന് അനലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷനിൽ ഏത് പ്രോഡക്റ്റ്, ഏത് സിറ്റിയിൽ, ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നതെന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഡയമെൻഷൻസിൽ അനലൈസ് ചെയ്യാനാണ് OLAP അല്ലെങ്കിൽ OLAP ഹെൽപ്പ് ചെയ്യുന്നത്. Then Hadoop is a open source framework used for handling big data. Big data ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണ് Hadoop. It uses a distributed processing model. എങ്ങനെയാണ് അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് മോഡൽ ആകുന്നതെന്നാണ്. ബ്രേക്സ് എ ബിഗ് ഡേറ്റ പ്രോബ്ലം ഇൻ ടു സ്മോളർ ചങ്ക്സ്, ഡിസ്ട്രിബ്യൂട്ട് ദം അക്രോസ് മെനി ലോ കോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നോട്ട്സ്, combines results into one data set, analyzing Twitter data across millions of tweets using hundreds of machines. ഈ ഒരു ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മുടെ കയ്യിലൊക്കെ ഉള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡേറ്റ തന്നെയാണ്. അതിന്റെ സൈസ് ഭയങ്കര വലുതായിരിക്കും. ലൈക്ക് ഇപ്പൊ ഫേസ്ബുക്കിൽ ഇപ്പം പോസ്റ്റ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് തന്നെ എത്ര പോസ്റ്റ് ആയിരിക്കും വരുന്നത്, ലൈക്സ് എത്ര ലൈക്സ് ആയിരിക്കും. ട്വിറ്ററിലും ഒക്കെ സംഭവിക്കുന്നത് പോലെ, ഇൻസ്റ്റയിലും ഒക്കെ സംഭവിക്കുന്നത് പോലെ ഇതിനെയാണ് നമ്മൾ ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. ഇതിന് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്കാണ് Hadoop. അപ്പൊ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു Hadoop ചെയ്യുന്നത് എന്താണ്? ആ ഒരു വലിയ ബിഗ് ഡേറ്റ പ്രോബ്ലത്തിനെ കുഞ്ഞു പോർഷൻസ് ആയിട്ട് ആദ്യം ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ഓരോ പ്രോബ്ലത്തിനെയും ഒരു ലോ കോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നോട്ട്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് ചെയ്ത് കിട്ടിയ ഓരോ നോഡും ആൻസർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ റിസൾട്ട്സിനെയും കൂടെ ഒരേ ഡേറ്റാ സെറ്റ് ആയിട്ട് ഒന്നിച്ച് ഒരു ഡേറ്റാ സെറ്റ് കമ്പൈൻ ചെയ്യുന്നു. അതാണ് Hadoop ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു ട്വിറ്ററിനകത്ത് ഉള്ള ഡേറ്റ, അത് മില്യൺസ് ഓഫ് ട്വീറ്റ്സ് ആണ് ഓരോ സെക്കൻഡിൽ നടക്കുന്നത്. ഇതിന് എന്ത് ചെയ്തു? ഹൺഡ്രഡ്സ് ഓഫ് മെഷീൻസ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു സിസ്റ്റം അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ടയർഡ് ആയിപ്പോവും, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരാൻ ടൈം എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു Hadoop ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ് ഡേറ്റ മാർട്ട്? ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ഡേറ്റ വെയർഹൗസ് ഡിസൈൻ ഫോർ എ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഓർ യൂസർ ഗ്രൂപ്പ്. ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡേറ്റ മാർട്ട്. ഇത് വെയർഹൗസിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓർത്ത് വെച്ചോണേ, കുഞ്ഞു പോർഷൻ ആണ് എന്ന് വെച്ചാൽ തീരെ കുഞ്ഞല്ല, ഡേറ്റ വെയർഹൗസിനേക്കാളും ചെറിയൊരു പോർഷൻ ആണിത്. ഇത് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ യൂസർ ഗ്രൂപ്പിനോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ മാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. A bank's marketing department may have its own data mart focusing on customers, demographics and campaigns. ഒരു ബാങ്കിന് ഒരു ഡേറ്റ കാണും, ഒരു ഡേറ്റ വെയർഹൗസ് കാണും. അതിൽ
ഈ ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഡേറ്റ മാർട്ട് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെയായിരിക്കും മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കസ്റ്റമേഴ്സിന്റെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസും ഇവർ കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസും മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും അവിടെ കാണുന്നത്. Again, a finance department may have its own mart for budgets and expenses. ഇതാണ് ഡേറ്റ മാർട്ട്. ഇനി എന്താണ് ഡേറ്റ മൈനിങ്? It is the process of discovering patterns, correlations and trends in large data sets. വലിയ ഒരു ഡേറ്റ സെറ്റിലെ പാറ്റേൺസും കോറിലേഷൻസും ട്രെൻഡ്സും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ മൈൻ ചെയ്തെടുക്കുന്നു, ഡിഗ് ചെയ്തെടുക്കുന്നു. അങ്ങനെ അതിനെ നമുക്ക് കോറിലേറ്റ് ചെയ്യാം. ഡിഗ് ചെയ്തെടുക്കുന്നു, മൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഡേറ്റ മൈനിങ്. എന്തിനാണ് ഈ ഒരു മൈനിങ് നടത്തുന്നത്? പാറ്റേൺസോ കോറിലേഷൻസോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റയിലെ ട്രെൻഡോ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓഫൻ യൂസ്ഡ് ടു പ്രെഡിക്ട് ഫ്യൂച്ചർ ബിഹേവിയർ പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Examples: Amazon recommending products, customers who bought X also bought Y. നമുക്ക് ഒന്നിച്ച് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നമുക്ക് എന്താണ് ഓപ്ഷൻസ് തരത്തില്ലേ, ഇതിനോടൊപ്പം മേടിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്നുള്ള കസ്റ്റമേഴ്സ് ഓൾസോ ബൈ ദീസ് പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഡേറ്റ മൈനിങ് വഴിയാണ്. ബാങ്ക്സ് ഡിറ്റക്ടിങ് ഫ്രോഡ്ലന്റ് ട്രാൻസാക്ഷൻ, അതൊക്കെ ഡേറ്റ മൈനിങ് ആണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡേറ്റ മാർട്ടും ഡേറ്റ മൈനിങ്ങും OLAPയും ഹഡൂപ്പും ഒക്കെ. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ടൊന്ന് തിരിച്ചു പോവാം. ഇവിടെ OLAP പറയുന്നത് എന്താണ്? മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ. ഇനി നമുക്ക് ആ ഒരു ടേം മൾട്ടി ഡയമെൻഷണൽ എന്നൊരു ടേം കാണുമ്പോൾ നമുക്ക് OLAP ആയിട്ട് അത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. സോ A4 ആണ് എന്നൊരു തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കി ഓപ്ഷൻസ് എല്ലാം നമുക്ക് കളയാൻ പറ്റും. ദെൻ ഡേറ്റ മൈനിങ് എന്താണ് പറയുന്നത്? ഹിഡൻ പാറ്റേൺ എന്നൊരു വേർഡ് അവിടെ കിടപ്പുണ്ട് അല്ലേ? പ്രെഡിക്ട് ഫ്യൂച്ചർ ബിഹേവിയർ, അത് രണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് അബൌട്ട് ഡേറ്റ മൈനിങ്. D2 ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ 3 ആണ്. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ തന്നെ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാന്നുണ്ട്. എന്ത് എളുപ്പമാണെന്ന് നോക്കിക്കേ. അപ്പം ഓപ്ഷൻ 3 ആണെന്ന് അഗെയിൻ നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഡേറ്റ മാർട്ട് എന്താണ് പറയുന്നത്? ഫോക്കസ്ഡ് പോർഷൻ ഓഫ് ഓർഗനൈസേഷൻ ഡേറ്റാബേസ് പ്ലേസ് ഫോർ സെപ്പറേറ്റ് ഡേറ്റാബേസ് ഫോർ എ സ്പെസിഫിക് പോപ്പുലേഷൻ ഓഫ് യൂസേഴ്സ്. അതായിരുന്നല്ലോ ഡേറ്റ മാർട്ട്. C3 ആണ്. C3 ആണെന്ന് മനസ്സിലാക്കിയാലും വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. ദെൻ ഏതാ ഉള്ളത്? ഹഡൂപ്പ് ആണുള്ളത്. ഹഡൂപ്പ് പറയുന്നത് ബ്രേക്സ് എ ബിഗ് ഡേറ്റ പ്രോബ്ലം ഡൗൺ ഇൻടു സബ് പ്രോബ്ലംസ്, ഡിസ്ട്രിബ്യൂട്ട് ദം among up to thousands of inexpensive computer processing nodes and that combines results into smaller data sets. ഇത്രേ ഉള്ളൂ. എന്താണ് സാധനം എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ എന്താ എളുപ്പം അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് സിംപ്ലി തന്നെ ആൻസറിലോട്ട് എത്താനും പറ്റും. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈനാൻസ് ഫംഗ്ഷൻ ഇൻവോൾവ്സ്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത്? പ്രൊക്യൂർമെന്റ് ഓഫ് ഫൈനാൻസ് ഓൺലി, എക്സ്പെൻഡിച്ചർ ഓഫ് ഫണ്ട്സ് ഓൺലി, സേഫ് കസ്റ്റഡി ഓഫ് ഫണ്ട്സ് ഓൺലി, പ്രൊക്യൂർമെന്റ് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റും ഫൈനാൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? പ്രൊക്യൂർമെന്റും അതിന്റെ യൂട്ടിലൈസേഷനുമാണ്. So option 4 is the correct answer. ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും വരേണ്ട ആവശ്യമില്ല. Option 4 is the correct answer. Next one. According to MM theory, the market price of the shares will. MM theory പറയുന്നത് അനുസരിച്ചിട്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ചേഞ്ചസ് ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, ചേഞ്ചസ് ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, will change due to market fluctuations, remains unchanged even after the payment of dividend. നമ്മൾ ആ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു തിയറിയാണ്. അതിൽ റിലവൻസ് തിയറിയും ഇറലവൻസ് തിയറിയും ഉണ്ട്. അതിൽ ഇറലവൻസ് തിയറിക്കകത്ത് നമ്മൾ പഠിക്കുന്നതാണ് MM തിയറി. അപ്പൊ അതൊരു ഇറലവൻറ്റ് തിയറി ആണ് എന്ന് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഈവൻ ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ളതാണ്. ഓക്കെ, അവർ രണ്ടെണ്ണം പറയുന്നത് ചേഞ്ചസ് ആഫ്റ്റർ ആണ്. ചേഞ്ചസ് ആഫ്റ്റർ വിൽ ചേഞ്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ MM തിയറി പറയുന്നത് ചേഞ്ച് ചെയ്യത്തില്ല എന്നുള്ളതാണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്കാം. അക്കോർഡിംഗ് ടു മോഡിക്ലാനി ആൻഡ് മില്ലർ ഡിവിഡൻഡ് ഇറലവൻസ് തിയറി, ദ വാല്യൂ ഓഫ് എ ഫേം ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇറ്റ് ഷെയർസ് ആർ നോട്ട് എഫക്റ്റഡ് ബൈ ഡിവിഡൻഡ് പോളിസി. നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തും കൂടെ ഉണ്ട്. മോഡിക്ലാനി മില്ലർ അപ്രോച്ച് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്തും അതേപോലെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ തിയറിക്കകത്തും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിനകത്ത് ഈ ഒരു MM തിയറി പറയുന്നത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിവിഡൻഡിന്റെ ഇറലവൻസ് തിയറി ആയിട്ടാണ് MM അപ്രോച്ച് ഇവിടെ പറയുന്നത്. അവിടെ എന്തൊക്കെയാണ് കണ്ടീഷൻസ് പറയുന്നത്? ദ വാല്യൂ ഓഫ് എ ഫേം ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇറ്റ് ഷെയർസ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ഡിവിഡൻഡ് പോളിസി. ഒരു ഫേമിന്റെ വാല്യൂവും ഫേമിന്റെ മാർക്കറ്റ് പ്രൈസും ഡിവിഡൻഡ് പോളിസി കാരണം അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. Whether a firm pays dividends or retain earnings, the shareholders' wealth remains the same.
അടുത്ത ഫേമിനുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് കിട്ടുന്ന പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണോ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് ഫേമിൽ തന്നെ സൂക്ഷിക്കണോ എന്നുള്ളത്. ഇതിൽ ഏത് ചെയ്താലും ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദെയർഫോർ ദ ഷെയർ പ്രൈസ് റിമൈൻസ് അൺചേഞ്ച്ഡ് ഈവൻ ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലും ഷെയർസിന്റെ പ്രൈസ് ഒരുപോലെ തന്നെ റിമൈൻ ചെയ്യും, അതായത് ചേഞ്ചസ് ഇല്ലാതെ തന്നെ ഇരിക്കും. കാരണം എന്താണ്, ഇതിൽ ഏത് ചെയ്താലും ഷെയർ ഹോൾഡേഴ്സിനെ അത് എഫക്ട് ചെയ്യുന്നില്ല. ഇനി മാർക്കറ്റ് ഡിവിഡൻഡ് പോളിസിനെ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല, അല്ല സോറി ഡിവിഡൻഡ് പോളിസിനെ അല്ല, ഡിവിഡൻഡ് പോളിസി കാരണം ഫേമിന്റെ വാല്യൂ ഒന്നും എഫക്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയറിന്റെ പ്രൈസും എഫക്ട് ചെയ്യുന്നില്ല. ഷെയറിന്റെ പ്രൈസിനെ അത് ബാധിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫേമിന്റെ വാല്യൂവിനെ അത് എഫക്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ അത് എഫക്ട് ചെയ്യണം. രണ്ടിനെ എഫക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷെയറിന്റെ വാല്യൂവിനെ, മാർക്കറ്റ് പ്രൈസിനെ അത് എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The error arising from the treatment of revenue expenditure as capital expenditure and vice versa if termed as. നമ്മുടെ എറേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും അതേപോലെ തിരിച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നത് കാരണം വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരുന്ന ഒരു എറർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, എറർ ഓഫ് കോമ്പൻസേഷൻ ആൻഡ് എറർ ഓഫ് റെക്കഗ്നിഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു എറർ ഓഫ് റെക്കഗ്നിഷൻ എന്നൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മുടെ ആ ഒരു നമ്മൾ പഠിക്കുന്ന ഏരിയയിലൊന്നും അത് വരുന്നില്ല. അപ്പൊ ഓപ്ഷൻ 4 അല്ല. ദെൻ ഒമിഷൻ ടേമിൽ തന്നെ ഉണ്ട്, ആ ഒരു പേര് തന്നെ പറയുന്നുണ്ട്. ഒമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്നു, വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതല്ല. ഇനി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് എറേഴ്സ് തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ അതുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് തെറ്റായിട്ടല്ലേ കാണിക്കുന്നത്, അതൊരു വലിയ മിസ്റ്റേക്ക് ആണ് അല്ലെ, പ്രിൻസിപ്പിളിൽ വരുന്ന തെറ്റാണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ആ ഒരു അക്കൗണ്ടിങ്ങിന്റെ ഫുൾ കാൽക്കുലേഷൻസിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ എറർ ഓഫ് പ്രിൻസിപ്പിൾ. എന്താണ് എറർ ഓഫ് ഒമിഷൻ? വെൻ എ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ലെഫ്റ്റ് ഔട്ട് ഓഫ് ദ ബുക്സ്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിനകത്ത് നമ്മളൊരു ട്രാൻസാക്ഷൻ എഴുതാൻ, ഒന്നുകിൽ മൊത്തത്തിൽ ഒരു ട്രാൻസാക്ഷനെ എഴുതിയില്ല, അല്ലെങ്കിൽ അതിനൊരു ഭാഗം എഴുതാനായിട്ട് മറന്നു പോകുന്നു, വിട്ടു പോകുന്നതിനെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ വെൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ വയലേറ്റഡ്. അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. എക്സാമ്പിൾ, treating revenue expenditure as capital expenditure or vice versa. Then error of compensation means when one error offsets another error. ഒരു എറർ മറ്റൊരു എററിനെ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് 400 എന്ന് എഴുതി, മറ്റൊരു സ്ഥലത്ത് ഇത് വേറൊരു സാധനം 4000 രൂപയാണ്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറ്റി എഴുതിപ്പോയി. കുഴപ്പമില്ലല്ലോ, രണ്ടിടത്തും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. 400 എഴുതേണ്ട അടുത്ത് 4000 എഴുതി, അടുത്ത് 4000 എഴുതേണ്ട അടുത്ത് 400 എഴുതി. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്ത് പൊയ്ക്കോളും, നമ്മുടെ കാൽക്കുലേഷനിൽ അത് മിസ്റ്റേക്സ് ഒന്നും വരുത്തത്തില്ല. Then error of recognition, not a standard accounting error classification. അത് നമ്മുടെ error classification അത് വരുന്ന ഒരു ടേമേ അല്ല. So error of principle is the correct answer. Okay. Next one. Which of the following are direct sellers in India? നമ്മുടെ ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗ് നടത്തുന്ന സെല്ലേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഹെർബൽ ലൈഫ് ഇന്റർനാഷണൽ ഇന്ത്യ, ലാക്മേ പ്രോഡക്ട്സ് ലിമിറ്റഡ്, മോഡി കെയർ, ആംവേ ഇന്ത്യ എന്റർപ്രൈസസ്, അവോൺ ബ്യൂട്ടി പ്രോഡക്ട്സ് ഇന്ത്യ. അപ്പൊ ഇതില് ഡയറക്റ്റ് സെല്ലിംഗ് നടത്താത്തത് ലാക്മേ പ്രോഡക്ട്സ് ഡയറക്റ്റ് സെല്ലിംഗ് നടത്തുന്നില്ല. അപ്പൊ ബി ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3യും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ശരിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ 2ഉം 4ഉം പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്, ഡിഫറെന്റ് ഓർഡറിലാണെന്നേ ഉള്ളൂ. എ സി ഡി ഇ, എ ഡി സി രണ്ടും സെയിം അല്ലേ? അപ്പൊ അതിലേതെടുത്താലും കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ ഹെർബൽ ലൈഫ് ഇന്റർനാഷണൽ ഇന്ത്യ ഡയറക്റ്റ് സെല്ലർ ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് പ്രോഡക്ട്സ്. ന്യൂട്രീഷണൽ ആൻഡ് വെൽനസ് പ്രോഡക്ട്സിൽ ഡയറക്റ്റ് സെല്ലിംഗ് നടത്തുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഹെർബൽ ലൈഫ് ഇന്റർനാഷണൽ ഇന്ത്യ. ദെൻ ലാക്മേ പ്രോഡക്ട്സ് ഇന്ത്യ നോട്ട് എ ഡയറക്റ്റ് സെല്ലർ, സെൽസ് മെയിൻലി ത്രൂ റീറ്റെയിൽ സ്റ്റോഴ്സ് ആൻഡ് കോസ്മെറ്റിക് ഔട്ട്ലെറ്റ്സ്. അത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള നമുക്ക് കേട്ടറിവുള്ള ഒരു ബ്രാൻഡാണ് ലാക്മേ എന്ന് പറഞ്ഞാൽ. അപ്പൊ ലാക്മേ ഡയറക്റ്റ് സെല്ലിംഗ് ഒന്നും നടത്തുന്നില്ല, അവർ റീറ്റെയിൽ സ്റ്റോഴ്സ് വഴിയും അതേപോലെ ഔട്ട്ലെറ്റ്സ് വഴിയും ഒക്കെ സെല്ലിംഗ് നടത്തുന്ന ഒരു കമ്പനിയാണ്. ദെൻ മോഡി കെയർ ഡയറക്റ്റ് സെല്ലർ ആണ്, വൺ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസ് ആണ്. മോഡി കെയർ ഒരു ഡയറക്റ്റ് സെല്ലർ ആണ്, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി കൂടിയാണ്. ദെൻ ആംവേ ഇന്ത്യ എന്റർപ്രൈസസ് ഡയറക്റ്റ് സെല്ലർ ആണ്,
FMCG, ന്യൂട്രീഷൻ, പേഴ്സണൽ കെയറിലൊക്കെ വരുന്ന ഒരു കമ്പനിയാണ്. ദെൻ അവോൺ ബ്യൂട്ടി പ്രോഡക്ട്സ് ഇന്ത്യ എഗെയിൻ ഒരു ഡയറക്ട് സെല്ലർ ആണ്, കോസ്മെറ്റിക് ആൻഡ് ബ്യൂട്ടി ആണ്. അപ്പൊ ആ ഒരു ലാക്മേ പ്രോഡക്ട്സ് ഇന്ത്യ ഒഴിവാക്കിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. അതും വലിയ കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ല, കാരണം രണ്ടും ഈക്വൽ ആണ്, ഒരേ കാര്യം തന്നെയാണ് മാറ്റി തിരിച്ച് പറഞ്ഞിരുന്നത്. സോ നമുക്ക് സിംപ്ലി ആൻസർ കണ്ടെത്താനായിട്ടും പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സീരീസിനകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ നോക്കുന്നത്. സോ അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ബൈ ബൈ, താങ്ക് യു.